ഞാൻ നിർത്തി. സത്യമായിട്ടും ഈ കൊല്ലത്തോടുകൂടി ഈ കൊല്ലം തുടങ്ങിയിട്ട് ഞാൻ നിർത്തിയിരിക്കുകയാണ്. എന്തെന്ന് പറഞ്ഞാൽ ഉപദേശം. എല്ലാ കൊല്ലവും ഓരോ വീഡിയോ, ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുന്നേ ഒരു വീഡിയോ ആയിട്ട് വരും. എങ്ങനെ കളിക്കണം, നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ റിയൽ ഗെയിം കളിക്കുന്ന ആൾക്കാരെ വേണം നിങ്ങൾ. അതായത് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുള്ള ഉപദേശമുണ്ട്. പ്രേക്ഷകർ താഴെ കമൻറ്റ് ബോക്സിനകത്ത് സ്വയം ഉപദേശിക്കും. മറ്റ് കളിക്കാൻ വരുന്ന മത്സരാർത്ഥികൾ എങ്ങനെ ആയിരിക്കണം, എങ്ങനെയാണ് അവർക്ക് വേണ്ടത് എന്നൊക്കെയുള്ള ഉപദേശങ്ങളും താഴെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു സംഭവം ഞാൻ നിർത്തി എന്ന് പറഞ്ഞതാണ്. നല്ല ഗെയിം കളിക്കുന്ന ആളായിരിക്കണം നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. റിയൽ ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നെഗറ്റീവ് ആണെങ്കിൽ കൂടി അവരുടെ റിയൽ ആയിട്ടുള്ളതുകൊണ്ടല്ലോ നെഗറ്റീവായത്. അവരെ മാക്സിമം അവരവിടെ നിർത്താൻ നോക്കണം. അവരാണ് കണ്ടന്റ് കൊടുക്കുന്നത്. പിന്നെ ഫേക്ക് ലവ് കോംബോയൊന്നും ആരും കളിക്കരുത്. എല്ലാവരും കഴിയുന്നത് റിയലായിട്ട് നിൽക്കണം. എന്നാണ് എന്താ ഗ്രൂപ്പിസം പാടില്ല, ഗ്രൂപ്പ് കളി പാടില്ല, ഒറ്റയ്ക്ക് നിന്ന് കളിക്കണം. എന്തൊക്കെയാണ് എല്ലാ സീസൺ തുടങ്ങുന്നതിന് മുന്നേയും ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരും അല്ലേ. ഇത്തവണ ഞാൻ അത് നിർത്തി. പകരം എനിക്ക് എന്താ പറയാനുള്ളതെന്ന് ഞാൻ പറയാൻ പോവുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സോ എല്ലാ കൊല്ലവും നിങ്ങൾ എങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടത്, പ്രേക്ഷകർ പറയൂ, നിങ്ങൾക്ക് എങ്ങനത്തെ കണ്ടസ്റ്റൻസ് ആണ് വേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രേക്ഷകർക്ക് പറയാം വരാൻ പോകുന്ന കണ്ടസ്റ്റൻസിനോട് നിങ്ങളുടെ പ്രതീക്ഷ എന്താണ്. ഒന്നുമില്ല. ഈ 7 സീസൺസ് കഴിഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം, നമ്മൾ ഈ ഒരു സീസൺ തുടങ്ങുന്നതിന് മുന്നേ ഇരുന്ന് ഈ ഒരു പ്രസംഗം നടത്തിയിട്ട് ഒരു കാര്യമില്ല. ഇതൊന്നും നടക്കാൻ പോണില്ല, ഇതൊന്നും നടക്കത്തുമില്ല. നമ്മളിവിടെ ഇരുന്ന് പറയണതെല്ലാം എന്താണ്, വെള്ളത്തിൽ വരച്ച വര പോലെയാണ് അല്ലേ. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്ക്. നിങ്ങൾ തന്നെ കമൻറ്റ് സെക്ഷനിൽ വന്ന് അത് വേണം, ഇത് വേണം, അങ്ങനെ വേണം. അവസാനം നിങ്ങൾ തന്നെ അയ്യോ ഇതെന്ത് പറ്റി, അത് ആ ഒരു തെറ്റിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ പ്രേക്ഷകർ തന്നെ ആയിരിക്കും. മനസ്സിലായില്ലേ. ഏറ്റവും കൂടുതൽ നിങ്ങൾ പറയും നെഗറ്റീവായ ആൾക്കാരെ ഒന്നും ഔട്ടാക്കരുത്, അവരാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണത്. എന്നിട്ട് ആദ്യം ഔട്ടാവുന്നത് ഇന്നേ വരെ നെഗറ്റീവായ ആൾക്കാർ ഔട്ടാവാതെ ഇരുന്നിട്ടുണ്ടോ? അടുത്ത ആഴ്ച അവർ ഔട്ടായിരിക്കും. നിന്നെ നമ്മൾ ഔട്ടാക്കൂടി കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് സെക്ഷനിൽ വന്ന് പറഞ്ഞ് അങ്ങനെ അടുത്ത ആഴ്ച തന്നെ അവർ ഔട്ടായി പോവുകയും ചെയ്യും. പിന്നെ നമ്മൾ പറയണ പോലെ എന്താണ്, റിയലായിട്ട് നിൽക്കുന്നവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം, റിയലായിട്ട് കളിക്കണം എന്നൊക്കെ ഞാനിവിടെ ഇരുന്ന് പറയും. അയ്യോ നിങ്ങൾ റിയലായിട്ട് കളിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാര്യം നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ലൈഫിൽ അത് കണ്ടിന്യൂ ചെയ്ത് പോകാം. നിങ്ങൾക്ക് നെഗറ്റീവ് ആയാൽ പോലും കുഴപ്പമില്ല, നിങ്ങളത് എഫക്റ്റ് ചെയ്യത്തില്ല എന്നൊക്കെ ഞാൻ പറയും. ആരെങ്കിലും റിയലായിട്ട് കളിക്കുന്നവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ബിഗ് ബോസ് തുടങ്ങുമ്പോൾ എല്ലാം മായം, എല്ലാം മാഞ്ഞു പോവും. പിന്നെ അങ്ങോട്ട് എന്ത് ഗെയിം, എന്ത് ടാസ്ക് അല്ലേ. അതേപോലെ തന്നെ ഗെയിം കളിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യണം. ഗെയിം കളിക്കുന്നവർ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഗെയിം നോക്കി ഇന്നേ വരെ ഒരു 10% താഴെയുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഓ ചേച്ചി അവർ ആ ഗെയിം കളിച്ചത് നന്നായി, അവരല്ലേ നന്നായിട്ട് ഗെയിം കളിച്ചത്. ആരോട് പറയേ, ആരാണ് ഇവിടെ ഗെയിം നോക്കുന്നത്? 90% 80% ആൾക്കാർ സ്ത്രീകളാണ്. എല്ലാവരും സീരിയലും കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ടാണ് ഇത് ഇരുന്ന് കാണുന്നത്. അവരെല്ലാവരും സീരിയൽ പോലെയാണ് ഇത് കാണുന്നത്. ആരിവിടെ ഗെയിം നോക്കാൻ? ആരെങ്കിലും നോക്കുവോ? എവിടെന്ന്? ഒരിക്കലും നോക്കാൻ പോണില്ല. ഉണ്ടെങ്കിൽ തന്നെ വളരെ 10%. ഇനി ഈ കളിക്കുന്ന ഇവർക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ, ടാസ്കുകളൊക്കെ കളിക്കുന്നുണ്ടെങ്കിൽ അത് ഓക്കെ. അല്ലാതെ ഇവിടെ അതും കളിച്ചുകൊണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. പിന്നെ സേഫ് ഗെയിം കളിക്കുന്നവരെ ഔട്ടാക്കണം. ഇന്ന് വരെ ഔട്ടാക്കിയിട്ടുണ്ടോ നിങ്ങൾ? ഇല്ലല്ലോ. അവരവിടെ തന്നെ നിൽക്കുമല്ലോ. ഓക്കെ, എല്ലാവരും ബിഗ് ബോസ് തുടങ്ങും. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലത്തോടു കൂടി PR എന്ന് പറഞ്ഞ സംഭവം ഞാനിവിടെ ഇരുന്ന് വായിട്ടലയ്ക്കുന്നത് മാത്രമേ നിങ്ങൾക്ക് അറിയാമെന്നുള്ളൂ. കഴിഞ്ഞ കൊല്ലം കൊണ്ട് അത് എന്തായാലും എക്സ്പോസ് ആയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കൊല്ലം കുറേ PR പിടിച്ചുകൊണ്ട് കുറേ എണ്ണം അല്ല, എല്ലാവർക്കും ചെറിയത് തൊട്ട് വലിയ PR വരെ എല്ലാവർക്കും ഉണ്ട്. ഇത് സത്യം പറഞ്ഞ നഗ്നമായ സത്യമാണ്. നമ്മളിവിടെ ഇരുന്ന് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഓരോരുത്തരെ ഏൽപ്പിച്ചിട്ട് തന്നെ വരുള്ളൂ. അതിപ്പം ലക്ഷക്കണക്കിന് രൂപയുടെ PR ഒന്നും ഏൽപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ രീതിയിൽ നമ്മുടെ ഇൻസ്റ്റ സപ്പോർട്ട് ചെയ്യാനും കുറച്ച് റീൽസ് ഇടാനും അങ്ങനെ എല്ലാവരും ചെയ്യും. അത് ചെറിയ രീതിയിൽ തൊട്ട് ഈവൻ ഇപ്പോൾ ബഡ്ഡിങ് ആയിട്ടുള്ള യൂട്യൂബ് വീഡിയോസ് ഇടുന്ന ആൾക്കാർക്ക് വരെ PR കൊടുക്കുന്നുണ്ട്. അതെ, ചെറിയതായിട്ട്. ഇനി PR എടുക്കാതെ ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. എല്ലാവരും PR ആണോന്നില്ല, അല്ലാതെ ഉണ്ട്. പിന്നെ ഈ യൂട്യൂബിൽ തന്നെ വീഡിയോ ചെയ്യുന്ന, ബിഗ് ബോസ് തുടങ്ങിക്കഴിഞ്ഞാലുള്ള കാര്യമാണ് ഈ പറഞ്ഞത്. ഞാൻ ഇത് എനിക്ക് മനസ്സിലായ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരണേ. ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നത് പല ടൈപ്പിലുള്ള ആൾക്കാരുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ PR എടുത്ത് തന്നെ ചെയ്യുന്ന ആൾക്കാർ. മാക്സിമം ഇപ്പോൾ കൂടുതൽ നടക്കുന്നത് നെഗറ്റീവ് PR ആണ്. നെഗറ്റീവ് PR എനിക്ക് തോന്നുന്നു സീസൺ 4 തൊട്ടാണ് ഭയങ്കരമായ രീതിയിൽ നെഗറ്റീവ്
നെഗറ്റീവ് PR തുടങ്ങിയത്. അതായത് മറ്റ് കണ്ടസ്റ്റൻസിനെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്ത് അവരുടെ കുടുംബത്തെ വരെ വലിച്ചിഴച്ച് അവരെ വൃത്തികെട്ട രീതിയിൽ ചിത്രീകരിച്ച് നെഗറ്റീവാക്കി ഗെയിമിൽ നിന്ന് പുറത്താക്കുക എന്ന് പറഞ്ഞ സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ എനിക്ക് തോന്നുന്നു, എനിക്ക് ഫീൽ ചെയ്ത കാര്യം ഏറ്റവും കൂടുതൽ ഞാൻ തുടങ്ങിയത് സീസൺ 2ലും 3ലും ഒക്കെ ഉണ്ട്. പക്ഷെ 4 തൊട്ട് ഇതിങ്ങനെ യൂട്യൂബിൽ വീഡിയോസായിട്ട് കൂടുതൽ വന്നു തുടങ്ങിയത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ ഇത് കോമൺ ആയി. കാര്യം നെഗറ്റീവ് PR ആണ് കുറച്ചും കൂടെ സൂപ്പർ. കാര്യം നമ്മളെ ആളെ പൊക്കണേക്കാട്ടി നല്ലതല്ലേ ഓപ്പോസിറ്റ് ആളെ താക്കുന്നത്. അപ്പോൾ അത് പിന്നെയെന്ന് പറഞ്ഞാൽ ഈ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഓൾറെഡി ഫാൻസ് ഉള്ള ആൾക്കാർ, ഓൾറെഡി ആൾക്കാർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ്. നമുക്കത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാര്യം അവർക്ക് വ്യൂസിന് വേണ്ടിയിട്ടും ഹൈപ്പിന് വേണ്ടിയിട്ടും പൈസയ്ക്ക് വേണ്ടിയിട്ടും എല്ലാ വരുമാനത്തിന് വേണ്ടിയിട്ടും ഒക്കെയാണ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ആളെ പൊക്കി 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 അങ്ങ് കൊണ്ടുപോകും. എല്ലാം നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം അവരുടെ പൊക്കൽ വീഡിയോസ് മാത്രമേ ഉണ്ടാവുള്ളൂ. പൊക്കി 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 എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ പൊക്കൽ വീഡിയോസിന് വലിയ ഇതൊന്നും ഉണ്ടാവില്ല. പിന്നെ മനസ്സിലാവും ഇവരുടെ ഇവർ പൊക്കുന്ന ഈ ഫാൻസ് ഉള്ള ആളുടെ കണ്ടസ്റ്റൻറ്റിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന കണ്ടസ്റ്റൻറ്റിനെ ചീത്ത വിളിച്ചാൽ വ്യൂസ് കൂടും, അവരുടെ ഫാൻസിന് കൂടുതൽ ഇഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെ നെഗറ്റീവ് വീഡിയോസ് ഇട്ട് തുടങ്ങും. അത് നെഗറ്റീവ് PR അല്ല, അവർക്ക് ഹേറ്റ് വീഡിയോസ് പോലെ അങ്ങനെ ഇട്ട് തുടങ്ങും. അങ്ങനെ ഒരു സൈഡ് കൂടി പോകും. ഇതൊക്കെ എല്ലാ സീസണിലും നടക്കും കേട്ടോ. ഇനി അങ്ങോട്ട് ഇതിൻ്റെ ഒരു കളിവിളയാട്ടം നമുക്ക് ആരംഭിക്കാം കേട്ടോ. അത് കഴിഞ്ഞ ശേഷം ഇൻസ്റ്റാ റീൽസ്, അത് വേറൊരു സൈഡിൽ എൻ്റെ പൊന്നോ, മിണ്ടാതിരിക്കുന്ന വാ പോലും തുറക്കാത്ത കണ്ടസ്റ്റൻസിനെ പാട്ടിലൂടെ ഫേമസ് ആക്കുന്ന ഇൻസ്റ്റാ റീൽസ്, അതും PR ചെയ്യും. പിന്നെ ഇവരെ ഏൽപ്പിച്ചു കൊടുത്ത ആൾക്കാർ നല്ല രീതിയിൽ റീൽസ് ചെയ്യും. അതായത് ജസ്റ്റ് ഇങ്ങനെ കണ്ണ് മാത്രം നോക്കുന്ന കണ്ടസ്റ്റൻസ് ആയിരിക്കും. ജസ്റ്റ് വാ പോലും തുറക്കത്തില്ല ആ സീസണിൽ മുഴുവനും, മൊത്തത്തിലൊന്നും തുറക്കത്തില്ല, ഇങ്ങനെ മാത്രം. എന്നാലും പാട്ടിടും. അപ്പോൾ ഇത് ബിഗ് ബോസ് പോലും കാണാത്ത ആൾക്കാർ അയ്യോ നല്ല രസമുണ്ട് കേട്ടാ കാണാൻ, അയ്യോ അവർക്ക് തന്നെ എൻ്റെ വോട്ട്, പാട്ടൊക്കെ നല്ല രസമുണ്ട് റീൽസിൻ്റെ, അങ്ങനെ വോട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. അങ്ങനെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്ത് അങ്ങനെ കൊണ്ടുപോകാം ഒരു സൈഡിൽ കൂടി. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും, എന്നിട്ട് എല്ലാം കഴിഞ്ഞ ശേഷം നമുക്കൊരു വിന്നറാവും. വിന്നറാവുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറയും PR കൊണ്ട് വിന്നറായി, PR കൊണ്ട് വിന്നറായി. മിക്ക ആൾക്കാർക്ക് ഞാൻ പറഞ്ഞില്ലേ PRകൾ ഉണ്ട്. അത് ശക്തരായ PRകളുണ്ട്, നെഗറ്റീവ് PRകളുണ്ട്, ശക്തരായ ആൾക്കാർ PR ചെയ്യുന്ന എല്ലാം ഉണ്ട്. പക്ഷേ ജനങ്ങളും കൂടി ഉണ്ടാവും ഈ ഒരു വിന്നറിൻ്റെ ബാക്കിൽ. തീർച്ചയായിട്ടും കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു മാനിപ്പുലേഷനിൽ വീണു പോകുന്ന ആൾക്കാരുണ്ടാവും, പിന്നെ ശരിക്കും ഇഷ്ടമുള്ളവരുണ്ടാവും. മനസ്സിലായില്ലേ? പിന്നെ ഏറ്റവും കൂടുതൽ ആ സ്ക്രീനിൽ കാണിക്കുന്നത്, നമ്മുടെ TV ആരെയാണോ കാണിക്കുന്നത് അവരെ ആയിരിക്കും ജനങ്ങൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. ഏറ്റവും കൂടുതൽ സ്ക്രീൻ ടൈം കിട്ടുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് പറഞ്ഞ് ഓവർ സ്ക്രീൻ ടൈം കാണിച്ച് പുറത്താവല്ല ചെയ്യേണ്ടത്. ഏറ്റവും കൂടുതൽ സ്ക്രീൻ ടൈം കിട്ടുക. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ആരെയാണ്? ഈ അമ്മമാരും ഈ നമ്മളിപ്പോൾ വെറുതെ ഒന്ന് പോയി വഴി കൂടെ പോകണ ചേച്ചിയോടൊക്കെ ചോദിച്ചു നോക്കണം, ആരെയാണ് നിങ്ങൾക്ക് ഇഷ്ടം? അവർ ഏറ്റവും കൂടുതൽ കാണുന്നത് ആരെയാണോ അവരുടെ പേരേ പറയുള്ളൂ. അവർ ഗെയിം കളിക്കുകയോ കളിക്കാതിരിക്കുകയോ, വൃത്തിയട്ട ഗെയിം കളിക്കുകയോ, വൃത്തിയട്ട PR ഉണ്ടോ ഇല്ലയോ, ഇതൊന്നും അവർക്കറിയേണ്ട. അവർ ഏറ്റവും കൂടുതൽ ആരെയാണോ കാണുന്നത് അവരെ അവർ സപ്പോർട്ട് ചെയ്യും. അങ്ങനെയാണ് മെജോറിറ്റി. അപ്പോൾ PR ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും കൂടിയാണ് ഈ വിന്നറാവുന്നത്. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ്ലി PR എന്നും കൂടി പറയാൻ പറ്റില്ല. PR ഉണ്ട്, ഇല്ലയെന്ന് ഒരിക്കലും. ഇപ്പോൾ PRൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഭയങ്കര മാസ്സായിട്ടുള്ള രീതിയിൽ വോട്ട് പിടിക്കാം, മാസ്സായിട്ടുള്ള രീതിയിൽ മറ്റുള്ളവരെ നെഗറ്റീവും ആക്കാം. അവിടെയാണ് ആ ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ എനിക്ക് PRകളോട് ദേഷ്യം. കാര്യം മറ്റ് കണ്ടസ്റ്റൻസിനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി ഇമ്മാതിരി കളി കളിക്കും എന്ന് പറഞ്ഞാൽ മറ്റ് കണ്ടസ്റ്റൻസിനെ മാത്രമല്ല, ഞാൻ വരുന്നുണ്ട് അതിലേക്ക്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ ശേഷം അയ്യോ അവർ ഡിസർവിങ് അല്ല ഇങ്ങനെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ആ കാര്യവും ഇല്ല. അത് കഴിഞ്ഞ് മെയിൻ ഇരകൾ, എല്ലാ ബിഗ് ബോസിലെയും മെയിൻ ഇര ഞാൻ കാണിച്ചു തരാം. കണ്ടസ്റ്റൻസ് മാത്രമല്ല മെയിൻ ഇരകൾ. അതിൽ എല്ലാ കൊല്ലവും എല്ലാ വർഷവും മുൻനിരയിൽ നിൽക്കുന്ന ഏറ്റവും വലിയ ഇര എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. നമ്മുടെ മറ്റാരുമല്ല. പ്രൊമോയിലൊക്കെ ഭയങ്കര മാസ്സായിട്ടൊക്കെ, പ്രൊമോയിൽ മാത്രമേ പുള്ളിക്കാരൻ മാസ്സായിട്ടുള്ളൂ. സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഇരയാവാൻ പോകുന്നത് ലാലേട്ടനാണ്. ലാലേട്ടന് നമ്മുടെ ആളെ ഇഷ്ടമല്ല, ദുഷ്ടൻ ലാലേട്ടൻ. എങ്ങനെ തോന്നി ഇയാൾക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്? അല്ലെങ്കിൽ അയാൾക്ക് ഇന്ന് ലാലേട്ടനെ ചീത്ത പറയണ വരെ വീഡിയോസ് ഇപ്പം ഉണ്ട് അല്ലേ? എത്ര അല്ലേ കണ്ടിട്ടില്ലേ നമ്മൾ? ലാലേട്ടനെ ചീത്ത വിളിക്കുക, ലാലേട്ടൻ അങ്ങനെ, ലാലേട്ടൻ ഇങ്ങനെ. അവസാനം പുള്ളിക്കാരൻ്റെ കയ്യിൽ നിന്ന് തന്നെ ആയിരിക്കും അവാർഡ് കിട്ടുന്നത്, ഈ ബിഗ് ബോസ് ട്രോഫി കിട്ടുന്നത്. സോ അതാണ് അടുത്തത്. അതായത് ലാലേട്ടന് ഇഷ്ടമല്ല എന്ന് കാണിക്കുക. ലാലേട്ടൻ അങ്ങനെയാണെങ്കിൽ നല്ല രീതിയിൽ പുള്ളിക്കാരൻ കോടിക്കണക്കിന് രൂപ മേടിച്ചിട്ട് ഇത് ചെയ്യുന്നു, പോകുന്നു. പക്ഷേ അതിങ്ങനെ കാണിക്കും.
അത് PR-കളുടെ അജണ്ടയും കൂടിയാണ്. ലാലേട്ടൻ ഇഷ്ടമല്ല എന്ന് കാണിക്കണം. അപ്പോൾ പിന്നെ ജനങ്ങൾ ഇങ്ങനെ ഇളകും, ലാലേട്ടന് ദേഷ്യമാണ് ഈ കണ്ടസ്റ്റന്റിനോട്, അതുകൊണ്ടാണ് നമുക്ക് അയാളെ ജയിപ്പിക്കണം, ലാലേട്ടൻ ദുട്ടാ, ലാലേട്ടാ നിങ്ങൾ ഇങ്ങനെ ചെയ്തല്ലോ, അങ്ങനെ എല്ലാത്തിനും പുള്ളിക്കാരൻ്റെ പേര് പിടിച്ചിടും. മനസ്സിലായില്ലേ? പക്ഷേ പുള്ളിക്കാരൻ്റെ വീക്കെൻഡ്, ലാലേട്ടൻ്റെ വീക്കെൻഡ്, ലാലേട്ടൻ കുറച്ചും കൂടി പേഴ്സണലി സ്ട്രോങ് ആയാലേ ഇത് ശരിയാവുള്ളൂ. സൽമാൻ ഖാനെ പോലെ തന്നെ ആവണം എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. കാര്യം ഞാൻ ഹിന്ദി പോലെ ആവണം ഞാൻ പറയില്ല. കാര്യം സൽമാൻ പേഴ്സണലി കുറച്ചും കൂടി എനിക്ക് സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഈവൻ എനിക്ക് റിതേഷിനെ പോലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. റിതേഷ് ദേശ്മുഖ് പുള്ളിക്കാരൻ്റെ ഹോസ്റ്റിങ്ങും എനിക്ക് ഇഷ്ടപ്പെട്ടു. കാര്യം കുറച്ച് കാര്യങ്ങൾ നമ്മൾ സ്റ്റാൻഡ് എടുത്തേ പറ്റൂ. മനസ്സിലായില്ലേ? ഇനി ലാലേട്ടൻ ഇര കഴിഞ്ഞാൽ അടുത്ത ഇരയാണ് ഡയറക്ടർ. ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു സീസൺ 2 തൊട്ട് തുടങ്ങിയതാണ്. ഡയറക്ടറിനാണ്, അയാളാണ് ഇതെല്ലാം ചെയ്യിക്കണത്. എല്ലാം ഡയറക്ടറിൻ്റെ തലയിൽ വെച്ച് കൊടുക്കുക. ഡയറക്ടർ അയാളാണ് ഇതിനകത്ത്. അത് ഏത് കഷ്ടം തോന്നി, ഏതാളുടെ തലയാണോ ഇക്കൊല്ലം വീഴാൻ പോണത്? പഴയ ഡയറക്ടർ തന്നെയാണ്, സർഗോ സാറ് തന്നെയാണ്. എന്തായാലും ആരാന്നും അറിഞ്ഞില്ല, എന്തായാലും കട്ടകാലമാണ്. എല്ലാം ഡയറക്ടറിൻ്റെ തലയിൽ വരും. ചിലപ്പോൾ തീരുമാനങ്ങൾ എടുക്കുന്നതൊക്കെ ബേക്കേഴ്സും വേറെ ആൾക്കാരും ഒക്കെ ആയിരിക്കും. പക്ഷേ ഈ ഡയറക്ടറിൻ്റെ തലയിലാണ് ഇതെല്ലാം വരാൻ. അല്ലെങ്കിൽ ഈ ഡയറക്ടറിന് അല്ലെങ്കിലും ഇഷ്ടമല്ല. ഡയറക്ടറിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡയറക്ടറിനെ ചീത്ത വിളിക്കലാണ് വേറൊരു സൈഡ്. ഇതും PR-ൻ്റെ അജൻഡാസ് തന്നെയാണ്. പിന്നെ എപ്പോഴും ഏറ്റവും കൂടുതൽ നെഗറ്റീവും ജയിക്കാൻ ഒട്ടും ചാൻസ് ഇല്ലാത്ത ഒരാളെ ആയിരിക്കും വിന്നറായിട്ട് സോഷ്യൽ മീഡിയ കാണുന്നത്. ഇയാളാണ് വിന്നറാക്കാൻ പോണത്. എന്നിട്ടോ എപ്പോഴെങ്കിലും ഈ പറഞ്ഞ ആൾ സീസൺ 2 ആര്യനെ പറഞ്ഞു, വിന്നറായോ? ഇല്ല. പിന്നെ സീസൺ 3 ആരെയോ പറഞ്ഞു. സീസൺ 3 അങ്ങനെയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. സീസൺ 4 പറഞ്ഞത് മറ്റേ ജാസ്മിനെ എന്തോ എന്നിട്ട് നടന്നോ? ഇല്ല, അത് ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞ ശേഷം 5 ജാസ്മിൻ, അത് നടന്നോ? അത് 3-ാം സ്ഥാനത്താക്കിയപ്പോൾ, 2-ാം സ്ഥാനത്താവേണ്ട കൊച്ചായിരുന്നു, അതും പോയി. അത് കഴിഞ്ഞ് 5 ശോഭ, അത് നടന്നോ? അതും 3-ാം സ്ഥാനം പോലും കിട്ടിയില്ല, അതും പോയി. അത് കഴിഞ്ഞ് കഴിഞ്ഞ സീസണിൽ ആരായിരുന്നു? അക്ബർ പിന്നെ ഡയറക്ടറിനെ വെച്ചും പറഞ്ഞു. അക്ബർ തന്നെയാണോ കഴിഞ്ഞ സീസണിലെ ആള്? അതോ വേറെ എന്തായിരുന്നാലും ആരെങ്കിലുമൊക്കെ ഒരാളുണ്ടാവും. അയാൾ എന്തായാലും വിന്നറാവൂല. ഇനി അടുത്ത സീസണിൽ നമുക്ക് ആരെയാണ് നമ്മുടെ ചാനൽ വിന്നറാക്കണം നോക്കാം. അയാൾ തന്നെ വിന്നറാവോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അയാൾ നന്നായിട്ട് കളിച്ചാൽ വിന്നറാവും കേട്ടോ. അത് കഴിഞ്ഞ ശേഷം അടുത്ത ഇര. ഞാനാണ് അടുത്ത ഇര. കഴിഞ്ഞ സീസണിൽ എന്നെ വളരെ നന്നായിട്ട് ഉപയോഗിച്ചു. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. കാര്യം പറഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ കണ്ടന്റ് വളരെ കുറവായിരുന്നു. കുറേ ഇതായിരുന്നല്ലോ, മൊത്തത്തിൽ മറ്റേതായിരുന്നല്ലോ, തുണിപൊക്കല പുതപ്പ് പൊക്കൽ, ആ വിഹിതങ്ങളൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ ബോറടിച്ച് പിന്നെ നോക്കുമ്പോഴത്തേക്കും ഞാൻ കിടക്കുകയാണ്. അപ്പോൾ എന്നെ എടുത്ത് വെച്ച് വീഡിയോ ചെയ്ത് ഒരുപാട് പേരുണ്ട്. ഒന്നും ഇല്ലെങ്കിൽ എൻ്റെ തലയിൽ കൊണ്ടിടാം. ഇവരാണ് കാരണം. എൻ്റെ റിവ്യൂവിനെയൊക്കെ റിവ്യൂ ചെയ്യുന്നു. ഇവരുടെ റിവ്യൂ ആണ് കാരണം അവർ ജയിക്കുക. ഞാനെന്ത് ചെയ്തു? സത്യമായിട്ട് കേട്ടോ, ഇതൊക്കെ ഇവിടെ മലയാളം ബിഗ് ബോസിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഹിന്ദിയിലൊക്കെ ഞാനിങ്ങനെ കണ്ടിട്ടേ ഇല്ല. ഇങ്ങനെയൊക്കെ വരണുണ്ടെങ്കിൽ എല്ലാ റിവ്യൂസും കൂടെ എടുത്ത് പഞ്ഞിക്കിടുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. ബാക്കിയുള്ളവരെ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ സത്യമായിട്ടും ഞാൻ കളിക്കും. ഇവരുടെ റിവ്യൂ ആണ്, ഇവരാണ് കാരണം എന്തെന്ന് ഞാനെന്തോന്നിയത്, ഞാനിവിടെ ഈ മുറിക്കാത്തിരുന്നത് പറയണതും അതും തമ്മിൽ എന്ത് ബന്ധം? എന്തായാലും എനിക്ക് കഴിഞ്ഞ സീസണിൽ നല്ല രീതിയിൽ എനിക്കൊന്ന് കണ്ടന്റ് ഇല്ലാത്തപ്പോൾ ഞാനാണോ അപ്പം കണ്ടന്റ് എന്നുള്ള രീതിയിലായിപ്പോയി. രേവതിയുടെ ഇരട്ടത്താപ്പ്, രേവതി അങ്ങനെ, രേവതി ഇങ്ങനെ, രേവതി റിവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞു, രേവതി റിവ്യൂവിൽ അങ്ങനെ പറഞ്ഞു. ഞാൻ ഇത്ര വലിയ സംഭവമാണല്ലോ എന്നുള്ള രീതിയിൽ കഴിഞ്ഞ കൊല്ലം ഫീൽ ചെയ്തു. ഇക്കൊല്ലം അതിനുള്ള സമയം കിട്ടുമെന്നൊന്നും അറിഞ്ഞൂടെ, കാത്തിരുന്ന് കാണാം. അങ്ങനെ ഇതാണ്. ഇനി ടാസ്കിൽ എന്തെങ്കിലും നന്നായിട്ട് കളിച്ചാലോ? ജയിച്ചാൽ ഈ ഫാൻസ് ഉള്ള ആൾക്കാർ ജയിച്ചാൽ പറയും നന്നായിട്ട് ജയിച്ച്. ഇത് തോറ്റുപോയാൽ പറയും മനഃപൂർവ്വം തോൽപ്പിക്കാനാണ് ഈ ടാസ്ക് കൊടുത്തത്. മനഃപൂർവ്വം തോൽപ്പിക്കാൻ ഈ ടാസ്ക് കൊടുത്തത്, ഇവരെ തോൽപ്പിക്കാനാണ് കൊടുത്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാം ഇമോഷണലായിട്ട് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യത്തുള്ളൂ സോഷ്യൽ മീഡിയ. പാവം ആ കുട്ടീനെ എല്ലാവരും കൂടി, അല്ലെങ്കിൽ അയ്യോ അയാളെ നോക്കിക്കേ, ആ രീതിയിലുള്ള ഇമോഷണൽ അപ്രോച്ച് വരാൻ ചാൻസ് ഉണ്ട്. ആ ഇമോഷണൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ട്, പിന്നെ പറയണ്ട, പിന്നെ ഒരു പോക്കാണ് എങ്ങോട്ടേക്ക് ട്രോഫിയിലേക്ക് ഒരു പോക്കാണ്. ഇമോഷണൽ ഗെയിമാണ് ഏറ്റവും ശക്തി കൂടിയ ഗെയിമും ഏറ്റവും വിക്ടിം കാർഡ്, ഒറ്റപ്പെടൽ ഗെയിം, അല്ലെങ്കിൽ സിമ്പതി കാർഡ്, ലവ് കോംബോ, ഇതൊക്കെ ഭയങ്കരമായ രീതിയിൽ ഇൻസ്റ്റയിലൊക്കെ അങ്ങ് അടിച്ച് കയറുന്ന സംഭവമാണ്. ഞാനൊക്കെ കംപ്ലീറ്റ് നെഗറ്റീവാണ് പറയുന്നത്, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതൊക്കെയാണ് നല്ല രീതിയിൽ പോകാൻ പോകുന്ന അല്ലെങ്കിൽ വർക്കാവുന്ന കാർഡുകളും എല്ലാം. നല്ല രീതിയിൽ ഫാൻ സപ്പോർട്ട് കിട്ടും, പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യും. പാവം
ഏറ്റവും കൂടുതൽ ആൾക്കാർ വീണു പോകുന്നതും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇൻവോൾവ് ആവുന്നതും ഈ ഒരു കാര്യത്തിലായിരിക്കും. പിന്നെ വില്ലന്മാരും നായകന്മാരും, കൂടുതൽ വില്ലന്മാരാവുന്നത് പെൺകുട്ടികളാണ്. ശ്രദ്ധിച്ചാൽ അറിയാം, പെൺ കണ്ടസ്റ്റൻസുകളാണ് കൂടുതൽ വില്ലന്മാരാവുന്നത്. അപ്പം ഇനി എന്തൊക്കെ ആണെങ്കിലും ശരി, നിങ്ങൾ വില്ലന്മാരാവാൻ വേണ്ടി, വില്ലന്മാരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പോലും വില്ലന്മാരാവാൻ വേണ്ടി നിന്ന് കൊടുക്കരുത്. കാര്യം സോഷ്യൽ മീഡിയ എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം നിങ്ങളെല്ലാവരും, കണ്ടസ്റ്റൻസ് എല്ലാവരും കളിക്കാൻ വേണ്ടി വരാൻ വേണ്ടിയിട്ട്. സേഫ് ഗെയിം കളിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ എൻ്റർടൈൻമെൻറ്റ് ഗെയിം കളിച്ചോ അങ്ങനെ എങ്ങനെ നിന്നോളൂ. സേഫ് ഗെയിം കളിക്കാൻ തന്നെയാണ് ഞാൻ പറയണത്. എല്ലാ സീസണിലും ഞാൻ പറയും സേഫ് ഗെയിം കളിക്കരുതെന്ന്. പക്ഷേ എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവനിൽ കൊതിയുണ്ടെങ്കിൽ നിങ്ങൾ മര്യാദയ്ക്ക് സേഫ് ഗെയിം കളിച്ച് സൈഡിൽ കൂടി, അതാണെങ്കിൽ ടോപ്പ് 5 വരെ എത്താം. സത്യമാണ് ഞാൻ പറയുന്നത്, അതാണെങ്കിൽ നിങ്ങൾക്ക് ടോപ്പ് 5 വരെ എത്താം. വൺസ് നിങ്ങൾ നെഗറ്റീവ് ആവുകയാണെങ്കിൽ ഔട്ട് ആവുന്നതായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് നല്ലത്. മനസ്സിലായോ? അല്ലാതെ അവിടെ കടിച്ചു തൂങ്ങി നിന്ന് കഴിഞ്ഞാൽ പിന്നെ പറയണ്ട, നിങ്ങളുടെ പേര്, നിങ്ങളുടെ അവിഹിതം, അത് ഇത് പല കഥകളും മറ്റത് മറിച്ചതൊക്കെ പുറത്ത് ഒരുമാതിരി രീതിയിൽ കഥ ഉണ്ടാക്കി നിങ്ങളെ വളരെ മോശമായ രീതിയിൽ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യും. പിന്നെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നിട്ട് നിങ്ങൾ എണീപ്പിച്ചെത്തിയിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഗെയിം നിങ്ങൾ അനലൈസ് ചെയ്യുക. നിങ്ങളുടെ ഗെയിം നിങ്ങൾ വിചാരിച്ച പോലെ പോകുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ കൊണ്ടുപോവുക. ലാലേട്ടൻ പറയണതൊന്നും ഈ സൈഡിൽ കൂടെ കേട്ട് ആ സൈഡിൽ കൂടെ കളയുക. കാര്യമുള്ള കാര്യമാണ്. ഇപ്പം നിങ്ങൾ അത് ചെയ്ത തെറ്റാണ് എന്ന് പറയുകയാണെങ്കിൽ അത് കറക്റ്റായിരിക്കും. പുറമേ അങ്ങനെ തെറ്റാണെന്ന്. കാര്യം ഈ നമ്മുടെ മലയാളം ബിഗ് ബോസിനകത്ത് മറ്റ് ബിഗ് ബോസുകൾ പോലെ പച്ചയ്ക്ക് ഒരു കുന്തവും പറഞ്ഞു തരൂല, നിങ്ങൾക്ക് ഒരു കാര്യവും പറഞ്ഞു തരൂല. സത്യമാണ്, എനിക്ക് ദേഷ്യം വരും. ഒരു കാര്യം ഇത്ര സീസണായിട്ട് കൂടി ഒരു കുന്തവും ഒന്നും പറഞ്ഞു കൊടുക്കൂല കണ്ടസ്റ്റൻസിനൊന്നും. പ്രത്യേകിച്ച് നെഗറ്റീവായവർക്കും പറഞ്ഞു കൊടുക്കൂല. നമ്മുടെ ഇപ്പോൾ ലോക്കപ്പിൽ മറ്റ് റിയാലിറ്റി ഷോസിലൊക്കെ കറക്റ്റ് പറഞ്ഞു കൊടുക്കും. നിങ്ങൾക്ക് പുറത്ത് ഇങ്ങനെയാണ് എന്ത് പറഞ്ഞു കൊടുത്താൽ അവരുടെ ഗെയിം ശരിയാക്കാനല്ലേ പറഞ്ഞു കൊടുക്കണം. അതിനിപ്പോൾ എന്താ കുഴപ്പം? അവരെ കംപ്ലീറ്റ് നെഗറ്റീവ് ആക്കി തന്നെ പുറത്തിറക്കണോ നിങ്ങൾക്ക്? എനിക്ക് മനസ്സിലാവുന്നില്ല. അവരുടെ ലൈഫും കൂടിയാണ് ഇതിനകത്ത് ബാധകമായി വരുന്നത്. എന്ന് അവരുടെ ലൈഫ് തകർത്തിട്ട് പുറത്തിറക്കണോ? എനിക്കറിയില്ല. എന്തായിരുന്നാലും ഈ ബിഗ് ബോസിന്, മലയാളം ബിഗ് ബോസിന് ഒരു തരി പോലും നേരെ ചൊവ്വേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കൂല. അത് ലാലേട്ടനെ അല്ല പറഞ്ഞു, ഞാൻ മേക്കേഴ്സിനെ പറഞ്ഞു, ഒരു കാര്യം പറഞ്ഞു കൊടുക്കൂല. കുറേയൊക്കെ മറ്റ് റിയാലിറ്റി ഷോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അത് പറഞ്ഞു കൊടുത്തെന്ന് പറഞ്ഞ് അങ്ങ് തീർന്ന് തരിപ്പണമൊന്നും ആവാൻ പോകുന്നില്ല. TRP ഒന്നും പറഞ്ഞു നോക്കുക. ആ ഫറാഖ് ഖാൻ്റെയൊക്കെ ആ ആങ്കറിങ്ങും ഒക്കെ ഒന്ന് കണ്ടു നോക്ക്. ലോക്കപ്പിൻ്റെയൊക്കെ കുറച്ച് ആങ്കറിങ് ഒക്കെ കുറേയൊക്കെ കണ്ടു നോക്ക്, മനസ്സിലാക്കി നോക്ക്. അവരുടെ വീക്കെൻഡ് ഒന്ന് കണ്ടു നോക്ക്. വേറെ സെലിബ്രിറ്റീസിനെ കൊണ്ട് വന്നിട്ട് അവിടെ നിർത്തി അവർക്ക് കൊടുക്കുകയാണ്. ഇതാണ് പുറത്ത് നിങ്ങളിപ്പോൾ ഇങ്ങനെയാണ് കളിക്കുന്നത്. ഇങ്ങനെ എവിടെ പറഞ്ഞിട്ടുണ്ട്? പറയണത് വളരെ കുറവാണ്. പിന്നെ യെല്ലോ കാർഡ് കൊടുക്കേണ്ട സ്ഥലത്ത് യെല്ലോ കാർഡ് കൊടുക്കുക. ഇപ്പം കഴിഞ്ഞ സീസണിൽ നമ്മുടെ അനുവിൻ്റെ കാര്യം, അനുവിന് ആ കറക്റ്റ് ഗൈഡ് ലൈൻസ് കൊടുത്തിരുന്നുവെങ്കിൽ അനു നല്ല രീതിയിൽ, കുറച്ചും കൂടെ നല്ല രീതിയിൽ വേറെ രീതിയിൽ തന്നെ ഗെയിം കളിച്ചേനെ. പക്ഷെ കറക്റ്റ് രീതിയിൽ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാതെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി. സത്യമായിട്ടും അത് കറക്റ്റ് രീതിയിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ പോയേനെ. ഇനി അതേപോലെ തന്നെ വൈൽഡ് കാർഡ്, വൻ ദുരന്തം എന്ന് പറഞ്ഞാൽ ദുരന്തമാണ് നമ്മുടെ മലയാളം ബിഗ് ബോസിലെ വൈൽഡ് കാർഡ്. എന്തിനോ വേണ്ടി പോണ വൈൽഡ് കാർഡുകളാണ്. സ്വന്തമായിട്ട് ഒരു ഗുണവും ഒരു ഗുണം ഉണ്ടാവില്ല അതിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ. കാര്യം മറ്റുള്ളവർക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് പുറത്തെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ വൈൽഡ് കാർഡുകൾ പോകുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ സ്വയം കുഴി തോണ്ടാനും വേണ്ടിയിട്ടാണ് ഇവറ്റുകൾ പോകുന്നത്. സത്യമാണ് ഇവർ പോകുന്നത്. എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. നല്ല കാലിബറുള്ള വൈൽഡ് കാർഡുകൾ പോയിട്ടുണ്ട്. പക്ഷേ അവരത് ഉപയോഗിച്ചിട്ടില്ല. ഈവൻ സിബിൻ, കഴിഞ്ഞ സീസൺ 6 സിബിനൊക്കെ എനിക്ക് അറിഞ്ഞുകൂടെ എന്തൊക്കെയാണെന്ന്. നല്ല വിന്നിങ് ക്വാളിറ്റി ആയിരുന്നു. പക്ഷേ എന്ത് പറയാനാണ്. അതേപോലെ കഴിഞ്ഞതിലൊക്കെ എന്തോന്നാണോ ഒന്ന് വൈൽഡ് കാർഡ്. ഈവൻ എനിക്ക് ലക്ഷ്മി ഒരുവിധം കയറി, വേദലക്ഷ്മി. പക്ഷെ ബാക്കിയുള്ളവരൊക്കെ എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ഇത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പോണ പോലെ, അത് പുറത്തെന്താണ്, ആരാണ് ഫസ്റ്റ് അടിക്കാൻ ചാൻസ് കൂടി, ഇതൊക്കെ പറയാൻ വേണ്ടി പോണ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ വൈൽഡ് കാർഡും ദേവ അങ്ങനെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ദയവ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടി കളിക്കുക. കഴിയുന്നത് ഞാൻ പറയാം, എൻ്റർടൈൻമെൻറ്റ് ചെയ്യുക. പിന്നെ സേഫ് ഗെയിം കളിക്കുക. സേഫ് ഗെയിം കളിക്കാൻ തന്നെ ഞാൻ പറയും. ഞാൻ അതേ പറയുള്ളൂ സത്യമായിട്ട്. കാര്യം മറ്റത് കളിച്ചു കഴിഞ്ഞാൽ തീർന്നില്ലേ. വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ചുമൊക്കെ കളിക്കുക. പിന്നെയുള്ളത് നെഗറ്റീവ്, ഞാൻ പറഞ്ഞില്ലേ, നെഗറ്റീവ് ആവുന്നുണ്ടെങ്കിൽ കഴിയുന്നത് ഔട്ടാവണയാണ് നല്ലത്. അതാണ് ഏറ്റവും നല്ലത് കാര്യം. അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം, വീട്ടുകാർ, ഇവരെല്ലാവരെയും കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ആ അപ്പാനീനെയൊക്കെ എന്തൊക്കെ, എൻ്റെ പൊന്നോ, ഒന്നും പറയാനില്ല. എന്താ ആ മനുഷ്യന് ഗെയിം എന്താണെന്ന് അറിഞ്ഞൂടാ. എന്താണ് ഗെയിമെന്ന് പോലും പുള്ളിക്കാരനെ അറിയത്തില്ല. അറിയാതെ പുള്ളിക്കാരൻ വന്ന് കിടന്ന് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇവിടെ പുറത്ത് കിടന്ന് എൻ്റെ പൊന്നോ, അത് കഴിഞ്ഞിട്ടോ, ബിഗ് ബോസ് കഴിഞ്ഞിട്ടും തീർന്നോ? പിന്നെയും അവർക്കൊരു ഭാര്യയുണ്ട്, അവരുടെ ഭാര്യ ഗർഭിണിയാണ്. അവരുടെ കാര്യം ഒന്നും ആർക്കും അറിയണ്ട. എല്ലാം ഇങ്ങനെ കിടന്ന് അങ്ങ് നെഗറ്റീവ് അടിച്ച് ക്യാരക്ടർ അസാസിൻ ചെയ്യുക. മറ്റ് കഥകൾ, മറിച്ച കഥകൾ എന്തൊക്കെയാണ്.
ഞാനപ്പം അപ്പം തന്നെ ഞാൻ പറഞ്ഞു ഇതൊന്ന് ഔട്ടായ അയാൾക്ക് നല്ലത്, അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പം അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പം ഞാൻ അതുകൊണ്ട് ഉപദേശം നിർത്തി. എനിക്ക് ഒരു ഉപദേശവും ഇല്ല. ഞാൻ ഇത് പച്ചയായ കാര്യങ്ങളാണ്, ഇത് നടക്കാൻ പോണ കാര്യങ്ങളാണ് ഞാനീ പറഞ്ഞത്. ഉപദേശം ഞാൻ നിർത്തി. എങ്ങനെയോ കളിക്കുകയോ ജയിക്കുകയോ എന്തോ ചെയ്തോ. നിങ്ങളും താഴെ ഉപദേശമായിട്ട് വന്നിട്ടൊന്നും ഒരു കാര്യം ഇതൊന്നും അല്ല. നിങ്ങളൊക്കെ അങ്ങ് പോവും, നിങ്ങളുടെ കമൻ്റൊക്കെ അങ്ങ് വാഷ് ഔട്ടാണ്. അതിന് സെപ്റ്റംബർ 6 തൊട്ട് വേറൊരു കമൻറ്റ് സെക്ഷനാണ് ഇങ്ങോട്ട് വരാൻ പോണത്. അടിച്ച് കയറി ഇങ്ങോട്ട് വരും. അറിയാലോ നിങ്ങൾക്ക്, നിങ്ങളുടെ കമൻ്റൊക്കെ അങ്ങ് തൂത്തുവാരി അങ്ങ് പോവും. പിന്നെ അങ്ങോട്ട് PR കമൻസിൻ്റെ പൂരമാണ്. ആർമിക്കാർ, ഫാൻസുകാർ, ഇവരെല്ലാം കമൻറ്റ് സെക്ഷൻ എടുക്കുക. അപ്പം നിങ്ങളൊക്കെ തന്നെ പേടിച്ചങ്ങ് മാറി നിൽക്കുക. അയ്യോ നമ്മളെ ഒന്നും ചെയ്യല്ലേ ചേച്ചി, ഈ കമൻ്റ് ഒന്നും ഇടാൻ പറ്റണില്ല, ഇങ്ങനെയും പറഞ്ഞുകൊണ്ട് പാവം കുറേ പേര് വരും. അതുകൊണ്ട് നിങ്ങളും കമൻറ്റ് ചെയ്യുന്നത് വെറുതെയാണ്. കമൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.